വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ കുട്ടിക്കുറുമ്പി കുട്ടിക്കുറുമ്പി കുട്ടിക്കുറുമ്പി. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്, ഇപ്പോൾ നമ്മുടെ ടീച്ചേഴ്സൊക്കെ നാളെ എന്താ പറയുക ഒരു കഥ, ഹിന്ദി സ്റ്റോറി ഒക്കെ പറയാൻ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആലോചിക്കും ഏതപ്പം ചെയ്യാം, എന്തെങ്കിലും ഒന്നും വേണമല്ലോ, നമുക്ക് എന്തെങ്കിലും പറയണ്ടേ. ഒരു ദിവസം കൊണ്ട് നമുക്കൊന്നും പഠിച്ചുണ്ടാക്കാൻ അങ്ങനെ എളുപ്പത്തിലൊന്നും പറ്റില്ല. അപ്പോൾ നമ്മളതിൽ മനസ്സിൽ പെട്ടെന്ന് അങ്ങനെയാണ് വരിക. എൻ്റെ മനസ്സിൽ അത് വന്നിട്ടുണ്ട്, അത് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മൾ അതിനുള്ള ഒരു പരിഹാരമാക്കിയിട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ കഥയുടെ പേര് എന്താണെന്ന് വെച്ചാൽ चार दोस्त ആണ് കേട്ടോ. പോവാം. चार दोस्त. एक बार चार दोस्त थे. चारों को पढ़ाई करना बिल्कुल भी पसंद नहीं थे. चारों पूरी रात पार्टी करते रहते थे. एग्जाम के पहले दिन भी वो पार्टी करते रहते थे. इसीलिए उन्होंने सोचा कि वो टीचर के पास जाकर उनसे झूठ कहेंगे और एग्जाम बाद में दे सकते हैं. पार्टी करने बाद दूसरे ही दिन चारों टीचर के पास गई. वो टीचर से झूठ बोलने लगी कि कल रात हमें शादी में गए थे और शादी से घर लौटने समय हमारे गाड़ी का टायर पंचर हो गया. गाड़ी में एक्स्ट्रा टायर नहीं था, इसीलिए हमें गाड़ी को धक्का मारते मारते घर तक लेने आना पड़ा. हम कल रात इतना थक गए थे कि आज एग्जाम देने की हालत में नहीं है. क्या हम एग्जाम कल दे सकते हैं? टीचर ने उनकी बात सुनी और उनसे कहा कि तुम एग्जाम कल दे सकते हैं. चारों ये सुनकर बहुत ही खुश हो गए और घर जाकर पढ़ाई करने लगी. दूसरे दिन चारों एग्जाम देने पहुंचे. टीचर ने उनको अलग अलग क्लासों में बिठाया. क्वेश्चन पेपर में सिर्फ 2 ही प्रश्न थी. पहला, तुम्हारा नाम क्या है, और दूसरा कि गाड़ी का कौन सा टायर पंचर हो गया था. चारों ने झूठ कहा था, इसीलिए चारों के उत्तर अलग अलग थे. इस प्रकार टीचर ने उनका झूठ पकड़ लिया. इस कहानी से हमें ये टीक मिलती है कि झूठ बोलना बुरी बात है, इसीलिए झूठ हम कभी नहीं बोलना चाहिए. അപ്പോൾ കൂട്ടുകാരെ, അപ്പോൾ നിങ്ങൾക്ക് ഈ കഥയുടെ മോറലും നിങ്ങൾക്ക് ഈ കഥയും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരുടെ അടുത്തേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അവിടുത്തെ സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് അവിടുന്ന് ഓൾ എന്നുള്ളത് ഉണ്ടാവും. അപ്പോൾ ഞാൻ എപ്പോൾ ടപ്പാന്ന് വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ ടപ്പാന്ന് കിട്ടും. അപ്പോൾ ഇനിയും നല്ല